2024 ജൂൺ 7 വെള്ളി. ഇന്ന് 1199 ഇടവം 24. വാർത്തകൾ വായിക്കുന്നത് ജി രവി. കേന്ദ്രമന്ത്രിസഭ പ്രധാന വകുപ്പുകൾ കൈമാറില്ലെന്ന് BJP. NDA പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് മോദിയെ നേതാവായി തിരഞ്ഞെടുക്കും. സത്യപ്രതിജ്ഞ ഞായറാഴ്ചയെന്ന് സൂചന. NDA പാർലമെന്ററി പാർട്ടി യോഗം നരേന്ദ്രമോദിയെ ഇന്ന് നേതാവായി തിരഞ്ഞെടുക്കാനിരിക്കെ മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ച ചർച്ചകൾക്ക് ചൂടേറി. പ്രധാന മന്ത്രാലയങ്ങൾ കൈവശം വെച്ച് തെലുങ്കുദേശം പാർട്ടിക്ക് സ്പീക്കർ സ്ഥാനവും 3 ക്യാബിനറ്റ് പദവി ഉൾപ്പെടെ 5 മന്ത്രിസ്ഥാനങ്ങളും നൽകാമെന്ന് BJP അറിയിച്ചു. JDUവിന് 2 ക്യാബിനറ്റ് പദവിയും സഹമന്ത്രി സ്ഥാനവും ബീഹാറിന് പ്രത്യേക പദവിയുമാണ് വാഗ്ദാനം. ഇരു പാർട്ടികളും പ്രതികരിച്ചിട്ടില്ല. ആഭ്യന്തരം, വിദേശകാര്യം, പ്രതിരോധം, ധനം, റെയിൽവേ, IT തുടങ്ങിയ സുപ്രധാന മന്ത്രാലയങ്ങൾ വിട്ടുകൊടുക്കേണ്ടെന്ന് BJP തീരുമാനിച്ചതായാണ് വിവരം. BJP പാർലമെന്ററി ബോർഡിൻ്റെയും മുഖ്യമന്ത്രിമാർ, സംസ്ഥാന പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയവരുടെയും യോഗം ഇന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നാലെ പാർലമെന്റ് മന്ദിരത്തിൽ NDA MPമാരുടെ യോഗം നടക്കും. അതിനുശേഷം രാഷ്ട്രപതിയെ സന്ദർശിച്ച് മന്ത്രിസഭയുണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കും. സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടന്നേക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. നേരത്തെ നാളെ നടത്തുമെന്നായിരുന്നു സൂചനകൾ. 5 ക്യാബിനറ്റ് സ്ഥാനം, സ്പീക്കർ പദവി എന്നിവയാണ് 16 അംഗങ്ങളുള്ള TDPയുടെ ആവശ്യം. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവിയും വേണം. റെയിൽവേ, പ്രതിരോധം, കൃഷി, ഗ്രാമവികസനം എന്നീ മന്ത്രാലയങ്ങൾ വേണമെന്നാണ് 12 MPമാരുള്ള JDUവിൻ്റെ ആവശ്യം. ഭരണത്തിനായി പൊതു മിനിമം പരിപാടി വേണമെന്നും ഏക വ്യക്തി നിയമം നടപ്പാക്കുന്നത് ചർച്ചകളുടെ അടിസ്ഥാനത്തിലാകണമെന്നും നിബന്ധന വച്ചിട്ടുണ്ട്. രാജ്യവ്യാപക ജാതി സെൻസസ് നടപ്പാക്കുക, അഗ്നിപഥ് പദ്ധതി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചു. അതേസമയം NDAയ്ക്കുള്ള പിന്തുണ നിരുപാധികമാണെന്ന് JDU നേതാവ് നിതീഷ് കുമാർ പറഞ്ഞു. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ വരെ നിതീഷ് ഡൽഹിയിൽ തുടരും. ആകാശം കീഴടക്കി സ്റ്റാർഷിപ്പ് വിജയം നേടിയത് 4ാം പരീക്ഷണത്തിൽ മണിക്കൂറിൽ 26,000 കിലോമീറ്റർ വേഗം കൈവരിച്ചു. നീണ്ട കാത്തിരിപ്പിന് വിരാമം. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് പരീക്ഷണ പറക്കലിൽ വിജയം നേടി. ഏകദേശം 400 അടി, അതായത് 40 നില കെട്ടിടത്തിൻ്റെ പൊക്കത്തിൽ ഉയരമുള്ള റോക്കറ്റ് ടെക്സസിലെ ബോക്ക ചിക്കയിലുള്ള സ്പേസ് എക്സ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് പറന്നു പൊങ്ങിയത്. മണിക്കൂറിൽ 26,000 കിലോമീറ്റർ എന്ന ശബ്ദാതിവേഗം ഭ്രമണപഥത്തിൽ പേടകം നേടി. 234 കിലോമീറ്റർ ഉയരത്തിൽ സ്റ്റാർഷിപ്പ് എത്തി. പേടകവും സൂപ്പർ ഹെവി എന്ന റോക്കറ്റും ചേർന്നതാണ് സ്റ്റാർഷിപ്പ്. 2023 മുതൽ പല സമയങ്ങളിലായി ഇതിൻ്റെ 3 പരീക്ഷണങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു. വിക്ഷേപണത്തിനിടെ റോക്കറ്റിൻ്റെ വിവിധ ഘട്ടങ്ങൾ നിശ്ചയിച്ചതുപ്രകാരം വേർപെടുകയും കടലിൽ പതിക്കുകയും ചെയ്തു. ഒടുവിൽ ബഹിരാകാശത്തിലെത്തിയ ശേഷം നിയന്ത്രിത ശൈലിയിൽ തിരിച്ചിറങ്ങി. ഉപഗ്രഹങ്ങളും ടെലിസ്കോപ്പുകളും ബഹിരാകാശത്തിലെത്തിക്കാനും ചന്ദ്രനിൽ കോളനി ഉണ്ടാക്കാൻ ആളുകളെ എത്തിക്കാനും ഇതിന് ശേഷിയുണ്ട്. മീഥേനാണ് റോക്കറ്റിൻ്റെ പ്രധാന ഇന്ധനം. റാപ്റ്ററുകൾ എന്നു പേരുള്ള കരുത്തുറ്റ എഞ്ചിനുകളാണ് സ്റ്റാർഷിപ്പിന് ഊർജം നൽകുന്നത്. ഇത്തരം 33 എഞ്ചിനുകൾ റോക്കറ്റിലുണ്ട്. ചന്ദ്ര, ചൊവ്വ യാത്ര പോലുള്ള സ്വപ്ന പദ്ധതിക്ക് പുറമെ ഭൂമിയിലെ യാത്രയ്ക്കും സ്റ്റാർഷിപ്പ് ഉപയോഗിക്കാം. ലോകത്തെവിടെയും 1 മണിക്കൂറിനുള്ളിൽ സഞ്ചരിച്ചെത്താമെന്ന് ഇലോൺ മസ്ക് അവകാശപ്പെട്ടിരുന്നു. ഓഹരി കുംഭകോണം, മോദിക്കെതിരെ രാഹുൽ. ഊതിപ്പെരുപ്പിച്ച് ഓഹരി തട്ടിപ്പ്. എക്സിറ്റ് പോൾ മറയാക്കി ഓഹരി നിക്ഷേപകരെ കബളിപ്പിച്ചെന്ന ആരോപണം. ചില്ലറ നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടത് 30 ലക്ഷം കോടി രൂപ. സംയുക്ത പാർലമെന്ററി സമിതി, അതായത് JPC അന്വേഷിക്കണം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസങ്ങൾക്കുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഗുരുതര ആരോപണവുമായി രാഹുൽ ഗാന്ധി രംഗത്ത്. വ്യാജ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ ഓഹരി വിപണിയിൽ 30 ലക്ഷം കോടി രൂപയുടെ കുംഭകോണം നടന്നുവെന്നും രാജ്യത്തെ 5 കോടി ചില്ലറ നിക്ഷേപകരുടെ പണം തട്ടിയെടുത്ത ഇടപാടിൽ മോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നേരിട്ട് പങ്കുണ്ടെന്നും രാഹുൽ ആരോപിച്ചു. രാജ്യം കണ്ട ഏറ്റവും വലിയ ഓഹരി കുംഭകോണത്തെക്കുറിച്ച് പാർലമെന്റിന്റെ സംയുക്ത സമിതി, അതായത് JPC അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട അദ്ദേഹം 3ാം മോദി സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ ആദ്യ പോരാട്ടത്തിന് കാഹളം മുഴക്കി. പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം മെക്സിക്കോയിൽ. മരണം സ്ഥിരീകരിച്ച് ലോകാരോഗ്യ സംഘടന. പക്ഷിപ്പനി ബാധിച്ച് മെക്സിക്കോയിൽ ഒരാൾ മരിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ലോകത്ത് പക്ഷിപ്പനി ബാധിച്ച് മനുഷ്യമരണം ഇതാദ്യമാണ് സ്ഥിരീകരിക്കുന്നത്. പനി, ശ്വാസതടസ്സം, വയറിളക്കം, ഓക്കാനം തുടങ്ങിയ ലക്ഷണങ്ങളോടെ മെക്സിക്കോ സിറ്റിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 59 വയസ്സുകാരനാണ് ഏപ്രിൽ 24 മരിച്ചത്.
വൈറസ് ബാധ എവിടെ നിന്നെന്ന് കണ്ടെത്തിയിട്ടില്ല. ഇയാൾ 3 ആഴ്ചയായി കിടപ്പിലായിരുന്നു. മെക്സിക്കോയിലെ ചില കോഴി ഫാമുകളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നു. മനുഷ്യർക്കിടയിൽ വൈറസ് പടരാനുള്ള സാധ്യത കുറവാണെന്നും പക്ഷിപ്പനി ബാധിച്ച ആളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വൈറസ് പടർന്നതിന് നിലവിൽ തെളിവൊന്നുമില്ലെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ഹൈക്കോടതിയിൽ സർക്കാർ അധ്യയന വർഷം സ്കൂളുകൾക്ക് പ്രവൃത്തി ദിനങ്ങൾ 220 തന്നെ. സംസ്ഥാനത്ത് ഈ അധ്യയന വർഷം സ്കൂളുകൾക്ക് 220 പ്രവൃത്തി ദിനങ്ങൾ ഉൾപ്പെടുത്തി പുതിയ വിദ്യാഭ്യാസ കലണ്ടർ പുറത്തിറക്കിയതായി വിദ്യാഭ്യാസ വകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചു. തുടർന്ന് കേരള വിദ്യാഭ്യാസ ചട്ടപ്രകാരം അധ്യയന വർഷം 220 പ്രവൃത്തി ദിനമായിരിക്കെ എണ്ണം കുറയ്ക്കുന്നതിനെതിരെ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ആക്രമണം UN ക്യാമ്പായ ഗാസയിൽ സ്കൂളിൽ ബോംബിട്ട ഇസ്രായേൽ 40 മരണം. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും. യുദ്ധം നിർത്തണമെന്ന് US അടക്കം 16 രാജ്യങ്ങൾ. ഗാസയിലെ UN അഭയകേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്കൂളിൽ ഇസ്രായേൽ ബോംബിട്ടതിനെ തുടർന്ന് കുട്ടികളും സ്ത്രീകളും അടക്കം 40 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. മധ്യ ഗാസയിലെ നുസുറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ സ്കൂൾ കെട്ടിടം ഹമാസ് താവളമാണെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ ബോംബിട്ടത്. എന്നാൽ ഇത് 6000 അന്തേവാസികളുള്ള അഭയകേന്ദ്രമാണെന്ന് UN പലസ്തീൻ അഭയാർത്ഥി ഏജൻസി മേധാവി ഫിലിപ്പ് ലാസാറിനി വ്യക്തമാക്കി. മധ്യ ഗാസയിൽ ഇസ്രായേൽ സൈന്യം ഏതാനും ദിവസങ്ങളായി കനത്ത ആക്രമണമാണ് തുടരുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ മാത്രം 68 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതുവരെ ഗാസയിൽ 36,654 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 83,309 പേർക്ക് പരിക്കേറ്റു. അതേസമയം വെടിനിർത്തലിന് ഇരുപക്ഷവും ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങണമെന്ന് US, ബ്രിട്ടൻ, കാനഡ അടക്കം 16 രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിലൂടെ അഭ്യർത്ഥിച്ചു. മെയ് 31 US പ്രസിഡന്റ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതി അംഗീകരിക്കണമെന്നാണ് അഭ്യർത്ഥന. മധ്യസ്ഥരായ ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും പ്രതിനിധികളുമായി ബുധനാഴ്ച ദോഹയിൽ CIA മേധാവി വില്യം ബേൺസ് ചർച്ച നടത്തി. അതിനിടെ ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക UN ലോക കോടതിയിൽ നൽകിയ വംശഹത്യാ കേസിൽ കക്ഷി ചേരാൻ സ്പെയിൻ അപേക്ഷ നൽകി. മെക്സിക്കോ, കൊളംബിയ, നിക്കാരാഗ്വ, ലിബിയ എന്നീ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിരുന്നു. ഇസ്രായേലിൻ്റെ ഹൈഫ തുറമുഖത്ത് ആയുധങ്ങളുമായി എത്തിയ 2 കപ്പലുകളെ ആക്രമിച്ചതായി യമനിലെ ഹൂതികൾ അവകാശപ്പെട്ടു. നീറ്റ് UG ഫലത്തിനെതിരെ വ്യാപക പരാതി. ഒരു കേന്ദ്രത്തിലെ 6 പേർക്ക് 1ാം റാങ്ക്, മൊത്തം 67 പേർക്ക് മുഴുവൻ മാർക്ക്. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷാ ഫലം പുറത്തു വന്നതിന് പിന്നാലെ പരാതി പ്രവാഹം. 1ാം റാങ്കുകാരുടെ എണ്ണം കൂടിയതും ഹരിയാനയിലെ ഒരു കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ 6 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചതും പരീക്ഷയെ സംശയനിഴലിലാക്കി. പരീക്ഷ വീണ്ടും നടത്തണമെന്നും റാങ്ക് പുനർനിർണ്ണയിക്കണമെന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ എല്ലാം ആദ്യ ചോയ്സായ ഡൽഹി എയിംസിൽ ജനറൽ വിഭാഗത്തിലുള്ളത് 56 സീറ്റാണ്. നീറ്റ് UG പരീക്ഷയിൽ ഇത്തവണ 720-ൽ 720 മാർക്കും നേടി 1ാം റാങ്ക് സ്വന്തമാക്കിയത് 67 പേർ. 1ാം റാങ്ക് ജേതാക്കൾക്ക് പോലും എയിംസിൽ സീറ്റ് ലഭിക്കാത്ത സാഹചര്യമാണ്. ഇതോടെ ആദ്യം അപേക്ഷ നൽകിയവർക്ക് സീറ്റ് നൽകാനുള്ള അധികൃതരുടെ വിചിത്രമായ തീരുമാനത്തിനെതിരെയും പ്രതിഷേധമുയർന്നു. ഫിസിക്സ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ഗ്രേസ് മാർക്ക് അനുവദിച്ചതാണ് കൂടുതൽ പേർക്ക് 1ാം റാങ്ക് ലഭിക്കാൻ കാരണമെന്ന് NTA പറയുന്നു. പഴയ NCERT പാഠപുസ്തകത്തിലെ തെറ്റായ പരാമർശമാണ് ആശയക്കുഴപ്പം സൃഷ്ടിച്ചത്. പരാതി ഉയർന്നതോടെ തെറ്റായ ഉത്തരം നൽകിയവർക്കും ഗ്രേസ് മാർക്ക് അനുവദിക്കാൻ തീരുമാനിച്ചു. ഒരുത്തരം തെറ്റായി 715 മാർക്ക് ലഭിച്ചിരുന്ന 440 പേർക്ക് ഇതിലൂടെ സ്കോർ 720 ആയി ഉയർന്നു. ശുഭദിനം. നന്ദി.